സോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അതായത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ വെളിയിലിരിക്കാൻ നേരം മഞ്ജുവിന്റെ കണ്ണ് മഞ്ഞിച്ചിരിക്കുന്നു. കണ്ടോ? കണ്ണ് കണ്ടോ? കണ്ടോ? അങ്ങനെ നമ്മൾ ബിൽറുബിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ ബിൽറുബിൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മഞ്ജുവിന് മഞ്ഞപ്പിത്തം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡോക്ടറിനെ വന്ന് കണ്ടപ്പോൾ ലിവറിൻ്റെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് വന്നേക്കുകയാണ്. ലിവറിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന് വിചാരിക്കുന്നു. അല്ലേ മഞ്ജു? മഞ്ജു അങ്ങനെ കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്തെങ്കിലും വിശേഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ശക്തികുളങ്ങര. ആ അമ്പലത്തിന്റെ ഉത്സവത്തിന് മഞ്ജു നല്ല രീതിയിൽ കള്ളു കുടിക്കും. അന്ന് എല്ലാം മറന്ന് കുടിക്കും. അന്ന് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും മഞ്ജുവിന്റെ അടുത്ത് പോയാൽ പോലും മഞ്ജുവിന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കാരണം മഞ്ജു അന്ന് ഇല്ലേ ഭയങ്കര ആഘോഷമായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും മഞ്ജു ഫുൾ കള്ളുടിയല്ല, ചില ദിവസങ്ങളിൽ മാത്രമേ മഞ്ജു കള്ളു കുടിക്കാറുള്ളൂ. കാത്തിരിപ്പ്, ഡോക്ടറെ കാണാനുള്ള കാത്തിരിപ്പാണ് ഗൈസ്. ഇതാണ് മനുഷ്യൻ. ഇന്നൊരു ലേഡി ഡോക്ടറാണ്, അതിന്റെ സന്തോഷം മുഖത്താണ്. അപ്പോൾ നമ്മൾ വലിയല്ല. അമ്മ പില്ലറിന്റെ എണ്ണ എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ആശുപത്രിയിൽ. ഇത് കഴിഞ്ഞ് അമ്മയുടെ കണ്ണും കൊണ്ടേ കാണിക്കണം. നമ്മൾക്ക് കണ്ണിന് കാഴ്ച എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലേ അമ്മ? അമ്മ കണ്ണിന് എന്തോ ഒരു ഇഷ്യൂ ഇല്ലേ അമ്മയുടെ? അമ്മയുടെ ഉണ്ടോ നോക്കുന്നതിനൊക്കെ തന്നെ കണ്ണിന് എന്തോ ഒരു ഇഷ്യൂ ഇല്ലേ അമ്മയുടെ? എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു മുഖത്തിനേക്കാളും വലിയ കണ്ണാടിയാണോ വെക്കുന്നത്. കാരണം എനിക്ക് കാഴ്ചക്ക് നല്ല ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയിൽ കൂടെ നോക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഫുൾ കവർ ചെയ്ത് വെക്കുന്ന കണ്ണാടിയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നല്ല ഞാൻ ഇങ്ങനെ ഇടയിൽ കൂടെ നോക്കും. അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കണ്ണാടി വെച്ചേക്കുന്നത്. ഇത് മാറ്റാറായി, 1 വർഷം 1-2 വർഷം ആവാറായി. ഫാസ്റ്റില എന്ത് വെച്ചാലും അതെ അതെ അതെ. സമയം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഡോക്ടറെ കണ്ടില്ല. വിശക്കുന്നുണ്ടോ അമ്മ? അമ്മ രാവിലെ കുഴക്കട്ടയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ ഒരു കട്ടയും കഴിച്ചില്ല. അത്ര ഡയറ്റിംഗ് ഒന്നുമില്ല, സമയമില്ലാഞ്ഞുണ്ട്. മഞ്ജു കുഴക്കട്ട കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? സ്വഭാവമല്ല ചോദിച്ചത്. എന്താ 1 മണിയായിട്ട് നമ്മൾ ഇങ്ങനെ ഉറങ്ങിയിരിക്കുക. ഇപ്പൊ വിളിക്കുമായിരിക്കും. മഞ്ജു ബ്ലഡ് പരിശോധിക്കും, സ്കാനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എന്തുമായിരിക്കും? പേടിയുണ്ടോ? എന്നിട്ട് മുഖത്തത് കാണുന്നില്ലല്ലോ. മുഖത്തൊരു അഹംഭാവമാണല്ലോ. കള്ളലക്ഷണമല്ലേ? അതൊരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. 3 എണ്ണത്തിനും കള്ളലക്ഷണം ഉണ്ടെന്ന്. പണ്ടേ ഉള്ളതാ. എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ കള്ളലക്ഷണം. അമ്മൂമ്മേനെയൊക്കെ അത് പിടിച്ചടിക്കുന്നത്. അമ്മൂമ്മ വീഡിയോ കാണുമ്പോഴത്തേന് ഇവിടെ വാടി. എത്ര ഉണ്ട്? 80, 78ആണോ? പക്ഷെ 80, 78, 79. ഡോക്ടർ വെളിയിൽ നിന്ന് അകത്തേക്ക് വന്നു. ഇനി ഇവിടെ 1 മണിക്കൂർ വീട്ടിൽ പോവാം. പകുതി വരെ കാണിച്ചാൽ മതി, ബാക്കി അടുത്ത 10-11 ദിവസം കഴിഞ്ഞൊന്ന് കാണിക്കാന്ന് മഞ്ജു പറയുന്നത്. മഞ്ജുവിന് ഭയങ്കര പേടി. ഡോക്ടർ നീ ചിലപ്പം ബ്ലഡ് പരിശോധിക്കുവോ സ്കാനിങ് വല്ലതും ചെയ്യുമോ എന്നൊക്കെ ഒരു പേടി. ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ കിണി തന്നെ കിണി. നല്ല ഞാനൊരു കൗണ്ടർ പറഞ്ഞതാ. മഞ്ജു തൊഴുതൊക്കെ ഇരിക്കുകയാണ്. രാമ 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 രാമ. മുഴയും കൂടെ അങ്ങ് കാണിച്ചേക്കാൻ മഞ്ജു. ഇല്ല വലിയ ഇഷ്യൂ ഇല്ലല്ലോ. തടി എടുക്കുന്നതിന്റെ നമുക്കറിയാം. എന്നാലും നമുക്ക് ഇത് കൂടെ നിന്ന് കാണിക്കാൻ. ഗൈസ് നമ്മൾ കാണിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഫാറ്റി ലിവർ ആണ്. അത് അടുത്ത മാസം ഒന്ന് സ്കാൻ ചെയ്യണം. ലിവർ സിറോസിസ് ഒന്നും ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പറയമ്മ. കൊഴുപ്പ് പക്ഷെ കുറച്ചുകൂടെ വലുതാവുകയാണെങ്കിൽ ഒരു സർജനെ കണ്ടിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ഇപ്പൊ പ്രസന്റ്ലി ഫാറ്റി ലിവർ ആണ്, ലിവർ സിറോസിസ് ഒന്നും ആയിട്ടില്ല. അപ്പം മഞ്ജു കൺട്രോൾ ചെയ്യണം അല്ലേ മഞ്ജു? മഞ്ജു ഇപ്പൊ ഹാപ്പി ആയോ? 1 മാസം കഴിഞ്ഞ് വന്നാ പറയുന്നത് സന്തോഷം നോക്കെ. കള്ളു കുടിക്കരുതെന്ന് കണ്ടോണ്ട് ഇനി ഒരു തുള്ളി. പ്രയാസമോ? കരള് പോയാൽ വേറെ കരള് കിട്ടത്തില്ല, കുപ്പി പോയാൽ വേറെ കുപ്പി കിട്ടും. എന്തായാലും നമ്മള് ലിവർ സിറോസിസ് ഒക്കെ ആയിരിക്കും എന്ന് പേടിച്ച്. പക്ഷെ
ലിവർ സിറോസിസ് എത്തിയില്ല, പക്ഷെ ഫാറ്റി ലിവർ ആണ്, സൂക്ഷിക്കണം. ഇല്ലേ മഞ്ജു? നമ്മളപ്പോ ഇനി നല്ല ഡയറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നമ്മൾ മാറ്റിയെടുക്കും. പുതിയൊരു മഞ്ജുവിനെ നമ്മൾ പുറത്ത് കൊണ്ടുവരും. ഫാസ്റ്റ് ഫാസ്റ്റിനെ തോപ്പിക്കും മഞ്ജു. ഇല്ലേ മഞ്ജു? ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. മഞ്ജുവിന് വെളിയിലത്തെ ഫുഡ് ഇഷ്ടമല്ല. അല്ല, നമ്മൾ ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മഞ്ജു അങ്ങനെ വെളിയിലത്തെ ഹോട്ടലിൽ നിന്നൊന്നും ഫുഡ് കഴിക്കത്തില്ല. വീട്ടിലെ ചോറും മീൻകറിയും മാത്രം മതി. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? അമ്മ മരുന്നെടുക്കാൻ വേണ്ടി പോയേക്കുവാ. എല്ലാരും മഞ്ജുവിനെ തിരിച്ചറിയുന്നമ്മ. മഞ്ജു അങ്ങ് സ്റ്റാർ ആയില്ലേ? അമ്മ എന്തു പറയുന്നു? അമ്മ ഇതെല്ലാം പറഞ്ഞത്. അപ്പൊ നമ്മള് ഫുഡ് വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിട്ട് അമ്മ ആകാശം കാണാൻ നല്ല രസം അമ്മ. കിടിലല്ലേ വീഡിയോയില്? ഓ ആ സാധനം കൂടി കണ്ട വീഡിയോയില് നല്ല രസമുണ്ട്. എന്നെയും കാണാൻ കൊള്ളാം. എന്താ ഇതിങ്ങനെ? അയ്യോ, അപ്പൊ എല്ലാരും കമന്റ് ഇടും ചുമ്മാ അതാ അമ്മേനെയാ കാണാൻ കൊള്ളാമെന്ന്. ഭയങ്കര തന്ത്രമാണ്. അപ്പൊ നമ്മള് 3 പേരും ഇവിടെ ചായയും വടേ കഴിക്കാൻ വേണ്ടി. അയ്യോ പറഞ്ഞ കേട്ടോ അമ്മ. അമ്മ പല്ലിന്റെ വിടവ് കാണിച്ച് ചിരിച്ച് ഫേമസ് ആവുകയാണ്. അമ്മ ഒരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ച് 100 രൂപ. 100 രൂപ. എന്നാലും ഒരു ജ്യൂസ് 100 രൂപയ്ക്ക് ആയെന്ന് പറഞ്ഞ. ക്ഷമാം. അതുകൊണ്ട് മഞ്ജു തിളച്ച നാരങ്ങ കുടിച്ചത്. തണുത്ത നാരങ്ങ കുടിക്കാൻ ഒക്കത്തില്ല. അവിടെ തിളച്ച നാരങ്ങ, അരിക്കലത്തിൽ നിന്ന് തിളച്ച നാരങ്ങ കഞ്ഞിവെള്ളം. വീട്ടിൽ പോയിട്ട് മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കണം. അമ്മ ഞങ്ങള് കറി വെച്ച അമ്മ കഴിക്കത്തില്ല അല്ലേ മഞ്ജു? ഇല്ലേ, നമ്മള് കറി വെച്ച അമ്മ കഴിക്കത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? മഞ്ജു അല്ല അടിപൊളിയായിട്ട് ബോട്ടി കറി വെക്കും. കിടിലമായിട്ട് വെക്കും. ആര് പറഞ്ഞു? നല്ല സൂപ്പർ കറിയാ. ഗൈസ്, അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷം. ഒട്ടും കുഴപ്പമില്ലെന്നല്ല, ഫാറ്റി ലിവർ ആണ്, സൂക്ഷിക്കണം. ലിവർ സിറോസിസിലോട്ട് പോവാതെ നോക്കണം. പിന്നെ കുറച്ച് ഡയറ്റും കാര്യങ്ങളും ഒക്കെ തന്നു. മുഴ കാണിച്ചു. മുഴ കൊഴുപ്പാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ഒരു 1.5 മാസം കഴിഞ്ഞ് സർജനെ കണ്ട് ചിലപ്പോൾ അത് കീറി കളയേണ്ടി വരും. ഇപ്പം എല്ലാം കൊണ്ടും വലിയ ടെൻഷനൊന്നും ഇല്ല. ഫാറ്റി ലിവർ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. യുദ്ധം ജയിച്ച പടനായകൻ ഇതാ പോകുന്നു. മഞ്ജു, വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ടാറ്റ പറ. ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു വീഡിയോ ജസ്റ്റ് പോയപ്പോൾ എല്ലാവരോടും പറയണം എന്ന് തോന്നി. കാരണം എല്ലാവരും എപ്പോഴും കമന്റ് ഇടാറുണ്ട് അച്ഛൻ്റെ തോളിലെ മുഴ കാണിച്ചോ ഇല്ലയോ എന്ന്. നമ്മൾ റുട്ടീനായിട്ട് എല്ലാ ചെക്കപ്പും എടുക്കുന്നുണ്ട്. അച്ഛൻ ഓൾറെഡി ബാക്കിയുള്ള ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.